ഡോക്ടർ റോയ് ജീവൻ ഒടുക്കിയതിൽ അന്വേഷണം കർണാടക പോലീസിൻ്റെ പ്രത്യേക സംഘത്തിന് കൈമാറി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും ഈ അന്വേഷണം നടത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബംഗളൂരിലെ ബൗറിംഗ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. മൃതദേഹം അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ ദുബായിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ തന്നെയായിരിക്കും അവർ സംസ്കാരം നടക്കുക. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീടും സെറ്റിൽ ചെയ്തിരിക്കുന്നതും എല്ലാം അവിടെയാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരിലാണ്. ആദായനിധി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി ഡോക്ടർ റോയ് സി ജെയുടെ സഹോദരൻ ബാബു സി ജെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്, വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ കൊച്ചിയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വലിയ ഭീഷണിയോ അല്ലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ ലീഗൽ അഡ്വൈസർ പറയുന്നുണ്ടായിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ അല്ല, അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ പുള്ളിയാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം. പുള്ളിയുടെ പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. 43 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ഇത്തരം ഒരു നോട്ടീസിന്റെ പേരിലൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതെനിക്ക് തോന്നുന്നില്ല. 43,000 അടിക്ക് വേണ്ടിയിട്ട് ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അറിയില്ല. ഞാൻ പോയാലേ എനിക്ക് അറിയുള്ളൂ. അവിടെ ഓഫീസിലുണ്ട്. ഉണ്ടായിരുന്നു. അല്ല, ഈ ഉദ്യോഗസ്ഥനായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ. ഇല്ല, ഒരു തീരുമാനമായിട്ടില്ല. വീട്ടിൽ ഞാൻ ഫാമിലി ഒന്ന് കണ്ടോട്ടെ. ബംഗളൂരിലെ ബൗറിംഗ് ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ, ശരിക്കും നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഡോക്ടർ റോയ് സി ജെ അറിയാവുന്ന ആളുകൾക്കൊക്കെ വലിയൊരു പ്രഹരമാണ് ഈ മരണം ഏൽപ്പിച്ചിരിക്കുന്നത്. കാര്യം അവിശ്വസനീയത ഓളം വെട്ടുന്ന ഒരു ദുരന്തമാണ് ഡോക്ടർ റോയിയെ തേടിയെത്തിയത്. എന്തിന് അദ്ദേഹത്തെ പോലെ ഒരു റിസ്ക് ഒക്കെ എടുത്തിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ഈ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണമെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. പറയൂ ശ്രീനാഥ് ചന്ദ്രൻ. തീർച്ചയായും ഇനിയൊരു തന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അവസാന അഭിമുഖത്തിൽ പോലും പറഞ്ഞത്. ജീവിതത്തെ അത്രമേൽ ആസ്വദിച്ച ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും നേടാൻ ബാക്കിയുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നും ഇല്ല എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ കൈവരിച്ച നേട്ടങ്ങൾ അത് അത്രയും വലുതാണ്. ഇന്നത്തെ കാലത്ത് ഒരു കാറൊക്കെ വാങ്ങുമ്പോൾ നമ്മളൊക്കെ ആ കാറിനെ കുറിച്ച് ഒരു ഫോട്ടോയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട്. അദ്ദേഹം 36-ാം വയസ്സിൽ സ്വന്തമായി ഒരു വിമാനം വാങ്ങിയിട്ടുള്ള ഒരു വ്യവസായിയാണ്. അതായത് വളരെ വേഗത്തിൽ വലിയ ബിസിനസ് സാമ്രാജ്യം, അത് മാനം മുട്ടുന്ന തരത്തിലൊരു ബിസിനസ് സാമ്രാജ്യം അദ്ദേഹത്തിന് പടുത്തുയർത്താൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം ഈ വ്യവസായ ലോകത്ത് ശ്രദ്ധേയനാവുന്നത്. മാത്രമല്ല, നേരത്തെ SKN സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കടമില്ലാതെ, ഒരു രൂപ പോലും കടമില്ലാതെ ഇത്തരം ഒരു വ്യവസായ സാമ്രാജ്യം പണിതുയർത്തുക എന്നത് അത്ര എളുപ്പമല്ല. മറ്റ് റിയൽ എസ്റ്റേറ്റ് ബിൽഡർമാരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഒന്നും സാഹചര്യം ഇങ്ങനെയല്ല. അങ്ങനെ ഒരു വ്യത്യസ്തമായ ബിസിനസ് മോഡൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പോലും SKN നേരത്തെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പോലും പരിശോധിച്ചാൽ 13 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള വളരെ പോപ്പുലറായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ഒടുവിലെ പോസ്റ്റ് പോലും അദ്ദേഹം സാമ്പത്തികമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി 250-ലേറെ വിദ്യാർത്ഥികളെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ചാണ്. അങ്ങനെ ജനങ്ങളെക്കുറിച്ച്, സാധാരണക്കാരെക്കുറിച്ച്, പാവപ്പെട്ടവരെ കുറിച്ച് കൂടി കരുണയുള്ള തരത്തിൽ ജീവിതം വലിയ രീതിയിൽ ആസ്വദിക്കുമ്പോൾ പോലും ആ തരത്തിൽ കാണാൻ കഴിയുന്ന, ജീവിതത്തെ അങ്ങനെ കൂടി വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളായിരുന്നു ഡോക്ടർ റോയ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ ഉള്ളത് ഈ ആശുപത്രിയിലെ ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിലാണ്. ഇവിടെയാണിപ്പോൾ മൃതദേഹമുള്ളത്. 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും എന്നതാണ് നമ്മൾ അറിയുന്നത്. അല്പസമയം മുമ്പാണ് സഹോദരൻ ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് ആശുപത്രിയിലേക്ക് വരികയായിരുന്നു, മോർച്ചറിയിലേക്ക് വരികയായിരുന്നു. അദ്ദേഹം കുടുംബാംഗങ്ങളുമായി നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷമായിരിക്കും റോയിയുടെ ഭാര്യയും മറ്റുമൊക്കെ ഇന്നിപ്പോൾ പുലർച്ചെയാണ് 5 മണിയോടെയാണ് ദുബായിൽ നിന്ന് എത്തിയത്. അവരോടുകൂടി കൂടിയാലോചിച്ച ശേഷമായിരിക്കും പൊതുദർശനവും സംസ്കാരവും അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അന്തിമമായ തീരുമാനം എടുക്കുക. എപ്പോഴായിരിക്കുമെന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നതാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് നാളെ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിൽ തന്നെ ഒരു വീഴ്ചയും ഉണ്ടാവാതിരിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ. ഒരു പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നടപടികളൊക്കെ പുരോഗമിക്കും. മാത്രമല്ല, അന്വേഷണത്തിന് ഇപ്പോൾ DCPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഹൈ ലെവൽ അന്വേഷണ സംഘം, ഒരു ഉന്നതതല അന്വേഷണ സംഘം തന്നെ ഈ കേസ് അന്വേഷിക്കും എന്ന കാര്യം DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി പറഞ്ഞതുമാണ്. അതുകൊണ്ട് സർക്കാർ ഇത് വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. ബാംഗ്ലൂരുവിനെ സംബന്ധിച്ചിടത്തോളം, കർണാടകയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യവസായിയാണ് അദ്ദേഹം. മലയാളിയാണെങ്കിലും ബംഗളൂരുവിലാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം ബംഗളൂരുവിലാണ്. കർണാടകയിൽ അദ്ദേഹത്തിന് വലിയ സംരംഭങ്ങളുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു വ്യവസായി കൂടിയാണ് മരിച്ചത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ
ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നതും അദ്ദേഹം ഇന്നലെ സ്ഥിരീകരിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതീവ ഗൗരവമായ ഒരു സംഭവമായി തന്നെ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് 15 മിനിറ്റോളം അദ്ദേഹത്തിന്റെ ചേംബറിലായിരുന്നു എന്നുള്ള വിവരം കൂടി ഇന്ന് പുറത്തു വന്നു. 3 മണിയോടെയാണ് അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനിടെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് പോയത്. 15 മിനിറ്റോളം മുറിയിൽ നിന്നതിന് ശേഷം മറ്റാരും തന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു. ഈ 15 മിനിറ്റ് പൂർത്തിയാകുന്ന സമയത്താണ് വെടിവെച്ച് കേൾക്കുന്നതും ഉള്ളിൽ പോയപ്പോൾ അദ്ദേഹം വെടിയേറ്റ് കിടക്കുന്നതും കണ്ടത്. നെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറിയ നിലയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇത് ആത്മഹത്യ തന്നെയാണ് എന്നത് പോലീസ് അന്വേഷണത്തിൽ അവർക്ക് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബാലിസ്റ്റിക് പരിശോധനയുടെയും ഫോറൻസിക് പരിശോധനയുടെയും ഒക്കെ തന്നെ ഫലം ആ തരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഈ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ കിട്ടും എന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരുന്നു ഇത്രമേൽ വലിയ സമ്മർദ്ദം? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പണം ഒരു പ്രശ്നമായിട്ടുള്ള ആളല്ല. ആയിരക്കണക്കിന് കോടി രൂപ സ്വന്തമായുള്ള, 1 രൂപ പോലും കടമില്ലാത്ത വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നതാണ് നമുക്കൊക്കെ പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്തുകൊണ്ട്, എന്തായിരുന്നു ഇത്ര വലിയ സമ്മർദ്ദം എന്നത് അറിയണമെങ്കിൽ അന്വേഷണത്തിലൂടെ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. അതിൽ മൊബൈൽ ഫോണിൽ നിന്ന് അടക്കം കിട്ടേണ്ട 2 മൊബൈൽ ഫോണുകൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നടക്കം കിട്ടേണ്ട വിവരങ്ങൾ വളരെ നിർണായകമാണ്. അങ്ങനെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വ്യക്തത വരും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അപ്രതീക്ഷിതമാണ് SKN. കാരണം ഇത്ര വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തിട്ടുള്ള, ജീവിതത്തിൽ ഒരു സക്സസ്ഫുൾ മനുഷ്യൻ എന്ന് നമുക്ക് എളുപ്പത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആളുകളിൽ ഒരാളായിരുന്നു ഡോക്ടർ റോയ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും സക്സസ്ഫുൾ ആയ മലയാളികൾ ഒരു 10 പേരുടെ പേരെടുത്താൽ അതിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ റോയിയുടെ പേര് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. അതിൽ നിന്നാണ് പൊടുന്നനെ ഈ തരത്തിൽ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, ഇങ്ങനെ ഒരു ദുരന്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നത് വളരെ നിരാശാജനകവും അത് അവിശ്വസനീയവുമാണ്. അതുകൊണ്ട് അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. യാതൊരു പരാതികളുമില്ലാതെ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഉന്നതതല അന്വേഷണം തന്നെ ഉണ്ടാകും എന്നത് ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. ഓക്കെ, ശ്രീനാഥൻ തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. കർണാടക മുഖ്യമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വളരെ ഗൗരവത്തോടെയാണ് ഈ കാര്യത്തെ കാണുന്നത്. മാത്രമല്ല കർണാടക സർക്കാരിലെ പല ആളുകളും, ഉന്നതരായ പല ആളുകളും, പ്രത്യേകിച്ച് മന്ത്രിമാരുൾപ്പെടെ പല ആളുകളും ഈ ഒരു സ്വാഭാവിക മരണമാണെന്ന് വിശ്വസിക്കാൻ പാടുപെടുകയാണ്. പക്ഷേ അതേസമയം ഈ പോസ്റ്റ്മോർട്ടം പോലെയുള്ള നടപടികൾ വരുന്നത് വരെ ഇതിനെക്കുറിച്ച് അർത്ഥമുറിച്ചൊരു അഭിപ്രായം പറയാനും അവർക്കാകുന്നില്ല. പക്ഷേ വളരെ ഗൗരവത്തോടെ കർണാടക സർക്കാർ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വളരെ വിശ്വാസയോഗ്യമായ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഡോക്ടർ റോയ് CJ പോലെ കർണാടകത്തിൽ വളരെ അറിയപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന പോലെയുള്ള എന്തെങ്കിലും സമ്മർദ്ദം IT അല്ലെങ്കിൽ ED ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും അതൊരു സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട് നടത്തുമെന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന് നിങ്ങൾക്കറിയുന്ന പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഒരാളാണ് ഡോക്ടർ റോയ്. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ PhD ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ കൂടിയാണ്. അദ്ദേഹം കുറച്ചു കാലം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു പങ്കാളിയായിരുന്നു, ഒരു പാർട്ണറായിരുന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങി, കോൺഫിഡൻസ് ഗ്രൂപ്പ് ലോഞ്ച് ചെയ്തു. പക്ഷേ വളരെ അതിവേഗത്തിലായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ വളർച്ച. മാത്രമല്ല കേരളത്തിലും കർണാടകത്തിലുമൊക്കെ ഒരുപാട് പല നില കെട്ടിടങ്ങൾ അദ്ദേഹം കെട്ടിപ്പോക്കി. പല ഭാഗങ്ങളിലും അദ്ദേഹം ദുബായിലേക്ക് ബിസിനസ്സുമായി പോയപ്പോൾ അവിടെ പുതിയ ചില ബിസിനസ്സിലേക്ക് അദ്ദേഹം കടന്നു. അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഈ ലോൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ചതുർത്ഥിയായിരുന്നു. അപ്പോൾ സീറോ ഡെറ്റ് കമ്പനി എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനൊരിക്കൽ തമാശയ്ക്ക് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് കടമില്ല എന്നതുകൊണ്ട് ഒരു ഫ്ലാറ്റ് എടുക്കുന്ന ആൾ എന്താ ഗുണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പൊട്ടിപ്പോകത്തില്ലെന്ന് വിശ്വസിക്കാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഉയരുകയും ഒരുപാട് ലാഭമുണ്ടാക്കുന്ന ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പിടിക്കുകയും ചെയ്ത ഒരാളാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹം നേരിട്ടത് എന്നുള്ളത് ഇനി ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം പോലെയുള്ള നടപടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തിയതിന് ശേഷമൊക്കെ പോലീസിന് ലഭിക്കും. പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ അന്വേഷണം നടന്ന് വളരെ ഗൗരവത്തോടെ, പ്രത്യേകിച്ച് ബിസിനസ് ലോകത്തെയൊക്കെ വളരെ സംരക്ഷണത്തോടെ കാണുന്ന കർണാടക സർക്കാരിന് ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ വീക്ഷിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.